ഹായ്, ഞാൻ ജോബി പോൾ, എൻഡ്യൂറൻസ് അത്ലീറ്റ് ആൻഡ് എ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ. സ്ട്രെങ്ത് ട്രെയിനിങ് ഓർ കാർഡിയോ ട്രെയിനിങ്, ഇതിലേതാണ് ബെറ്റർ? സ്ട്രെങ്ത് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്നാൽ ജിമ്മിലൊക്കെ നമ്മൾ ചെയ്യുന്ന വെയിറ്റ് യൂസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടുകൾ. കാർഡിയോ എന്ന് പറഞ്ഞാൽ ഓട്ടം, സൈക്ലിംഗ്, സ്വിമ്മിംഗ്, സൂംബ പോലെയുള്ള വർക്കൗട്ടുകൾ. നിങ്ങൾക്ക് ആക്ച്വലി ദീർഘകാലം രോഗങ്ങൾ കുറഞ്ഞ് ഹെൽത്തിയർ ആയിരിക്കണമെങ്കിൽ ഇത് രണ്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തണം. കാരണം ഇവ രണ്ടും വ്യത്യസ്തമായ ഓർഗൻസുകളിലാണ് വർക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് കാർഡിയോ വർക്ക്സ് ഓൺ യുവർ ഹാർട്ട് ആൻഡ് ലങ്സ്. പക്ഷേ സ്ട്രെങ്ത് വർക്കൗട്ട് ബിൽഡ്സ് യുവർ മസിൽ മാസ്, മസിൽ സ്ട്രെങ്ത് ആൻഡ് മസിൽ പവർ. അതായത് രണ്ടിനും വളരെ വ്യത്യസ്തമായ ബെനിഫിറ്റ്സ് ആണുള്ളത്. ആദ്യം നമുക്ക് കാർഡിയോ എന്തിനു ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ എയറോബിക് എഫിഷ്യൻസിയും എയറോബിക് എൻഡ്യൂറൻസും കുറയും. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് ആയാസപ്പെട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കിതയ്ക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ എയറോബിക് എഫിഷ്യൻസി കുറവാണെന്നാണ്. അതായത് ആ ചെറിയ പ്രവൃത്തിക്ക് ആവശ്യമായ ഓക്സിജൻ മസിലുകളിൽ എത്തിക്കാനുള്ള എഫിഷ്യൻസി നിങ്ങളുടെ ഹൃദയവും ലങ്സും ചേർന്ന എയറോബിക് സിസ്റ്റത്തിന് ഇല്ലെന്ന് അർത്ഥം. ഇനി എയറോബിക് എഫിഷ്യൻസി ഉണ്ടെങ്കിലും എയറോബിക് എൻഡ്യൂറൻസ് ഉണ്ടാവണമെന്നില്ല. അതായത് ആയാസപ്പെടുത്തുന്ന ആ പ്രവൃത്തി കൂടുതൽ സമയം ചെയ്യാൻ സാധിക്കാതെ വരുന്നത് എയറോബിക് എൻഡ്യൂറൻസ് ഇല്ലാതെ വരുമ്പോഴാണ്. ഇവിടെയാണ് കാർഡിയോ വർക്കൗട്ട് നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളുടെ കാർഡിയോ വർക്കൗട്ടിന്റെ 80% ലോങ് ഡ്യൂറേഷൻ വിത്ത് ലെസർ എഫർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടുകയാണെങ്കിൽ കൂടെ ഒരാളോട് സംസാരിച്ചുകൊണ്ട് ഓടാൻ പറ്റുന്ന അത്രയും കുറഞ്ഞ എഫേർട്ട്. ഇത് നിങ്ങളുടെ എയറോബിക് എൻഡ്യൂറൻസ് ഇംപ്രൂവ് ചെയ്യും. ബാക്കി 20% ഷോർട്ട് ഡ്യൂറേഷൻ വിത്ത് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട്, അതായത് ലൈക്ക് സ്പ്രിന്റിങ് അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി സൈക്ലിംഗ്, ഇത് നിങ്ങളുടെ എയറോബിക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും. ഇനി സ്ട്രെങ്ത് വർക്കൗട്ടിലേക്ക് വരാം. ഈ ജിമ്മിൽ വെയിറ്റ് ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് മസിൽ മാസ്, മസിൽ സ്ട്രെങ്ത് ആൻഡ് മസിൽ പവർ ഇംപ്രൂവ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് പ്രോട്ടീൻ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും വേണം. സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോർ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള എക്സസൈസുകൾ കൂടി ഉൾപ്പെടുത്തണം. കാരണം ആസ് വി ഏജ് ബാലൻസ് കുറയുകയും വീഴ്ചകൾക്കും പരിക്കുകൾക്കും സാധ്യത കൂടുകയും ചെയ്യുന്നു. സോ ഗൈസ്, സ്ട്രെങ്ത് ഓർ കാർഡിയോ ഒന്നിനേക്കാൾ ബെറ്റർ അല്ല. നിങ്ങൾക്ക് കാർഡിയോ വേണം, സ്ട്രെങ്ത് വേണം, ഒപ്പം സ്റ്റെബിലിറ്റിയും വേണം. ഫോളോ ഫോർ മോർ സച്ച് കണ്ടന്റ്സ്. ബൈ.